ഹായ് നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു യാത്രയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര സ്കോട്ട്ലൻഡിലേക്കാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, സ്കോട്ട്ലൻഡ് എന്ന് മീൻസ് എന്ന് പറഞ്ഞാൽ ഏഷ്യയുടെ സ്കോട്ട്ലൻഡ്, അതായത് വാഗമൺ, നമ്മുടെ സ്വന്തം വാഗമണ്ണിലേക്കാണ് ഇന്നത്തെ യാത്ര. വാഗമണ്ണ് പോകുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ നമുക്ക് സിപ്പ് ലൈൻ വന്നിട്ടുണ്ട്, ഒരു സിപ്പ് ലൈൻ വന്നിട്ടുണ്ട് അവിടെ. ആ സിപ്പ് ലൈനിലൊന്ന് കയറണം. സ്വന്തം നാട്ടിലൊരു സിപ്പ് ലൈൻ വന്നിട്ട് കയറിയില്ലേ പിന്നെ എന്തുണ്ട്. അത് കാരണം സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. വാഗമണ്ണ് വരെ പോകണ്ട. വാഗമണ്ണ് പോകുന്നതിന് മുമ്പ് കാര്യാട്ടോപ്പ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, കോട്ടയം ജില്ലയുടെ എൻഡിങ് പോയിൻ്റാണ്. അവിടെയാണ് ഈ സിപ്പ് ലൈൻ സ്ഥിതി ചെയ്യുന്നത്. തീക്കോയി പഞ്ചായത്തിൻ്റെ അണ്ടറിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ വാഗമണ്ണ് പോയിക്കൊണ്ടിരിക്കുകയാണ്. വാഗമണ്ണിൽ ഇത് രണ്ടാമത്തെ സിപ്പ് ലൈനാണ്. ഒരു സിപ്പ് ലൈൻ അഡ്വഞ്ചർ പാർക്കിലുണ്ട്. ഇപ്പോൾ വന്നേക്കുന്ന ലേറ്റസ്റ്റ് സിപ്പ് ലൈനാണ് ഇത്. വന്നേക്കുന്നത് കാര്യാട്ടോപ്പിൻ്റെ അവിടെയാണ്. മറ്റേന്ന് വെച്ചാൽ പ്രോപ്പർ വാഗമണ്ണിൽ തന്നെയാണ് ആ സിപ്പ് ലൈനുള്ളത്. ഈ സിപ്പ് ലൈന് വൺ സൈഡ് 650 മീറ്ററാണ്, തിരിച്ചും 650 മീറ്റർ, അങ്ങനെ മൊത്തം 1300 മീറ്ററാണ് ഈ സിപ്പ് ലൈൻ്റെ നീളം എന്ന് പറയുന്നത്. ഇതിൻ്റെ റേറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 500 രൂപയാണ് പെർ ഹെഡ്. പിന്നെ നമുക്ക് ഡ്രോൺ ഷോട്ടിന് വേണേൽ സെപ്പറേറ്റ് 300 രൂപ കൊടുക്കണം. പെയറായിട്ട് പോകുമ്പോൾ ഡ്രോൺ ഷോട്ടിന് ഒറ്റ പൈസ കൊടുത്താൽ മതി, 300 രൂപ കൊടുത്താൽ മതി. സിംഗിളായിട്ട് പോയാലും 300 രൂപ തന്നെ ഡ്രോൺ ഷോട്ടിന് കൊടുക്കണം. എപ്പോഴും പെയറായിട്ട് കയറുന്നതായിരിക്കും ലാഭം. പിന്നെ ഫോട്ടോയൊക്കെ നമുക്ക് ഫ്രീ ആണ്, ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡഡ് ആണ്. 500 രൂപയ്ക്കകത്ത് ഫോട്ടോയും ഇൻക്ലൂഡഡ് ആണ്. ഈ കാണുന്ന പള്ളിയിലാണ് ലേലം ഷൂട്ട് ചെയ്തത്. ജോഷിയുടെ പടങ്ങളിലൊക്കെ നിറസാന്നിധ്യമാണ് ഈ പള്ളി.
സിപ്പ് ലൈൻ അതാണെന്ന് തോന്നുന്നത്. അങ്ങനെ സൈറനൊക്കെ അങ്ങനെ ഫൈനലി നമ്മുടെ അൾട്ടിമേറ്റ് ഡെസ്റ്റിനേഷനായ സിപ്പ് ലൈൻ പോയിന്റിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നാണ് നമ്മുടെ പരിപാടിയെല്ലാം നടത്തുന്നത്. ആ മലയിലേക്കാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ആ മല വരെ പോകണം. അതായത് 650 മീറ്ററാണ് വൺ സൈഡ്, തിരിച്ച് റിട്ടേൺ വൺ സൈഡ്. അങ്ങനെ ടോട്ടൽ 1300 മീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത്. 45 സെക്കൻഡ്സ് മതി വൺ സൈഡ് പോകാൻ. തിരിച്ചും ഏകദേശം അത്ര തന്നെ. തിരിച്ചു വന്നതാണ് എനിക്ക് ഭയങ്കര ഇതായിട്ട് തോന്നിയത്. വൺ സൈഡ് മാത്രമേ ഉള്ളൂ ഡ്രോൺ ഷോട്ട്. തിരിച്ച് വരുന്നതിന് ഡ്രോൺ ഷോട്ടുകളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ചിൽഡ്രൻസിൻ്റെ കേസൊന്നും എനിക്കറിയത്തില്ല, അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. എത്ര വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിൻ്റെ അകത്ത് അലൗഡ് ചെയ്യുക എന്നൊന്നും അറിയില്ല. ചിൽഡ്രൻസിനൊന്നും കയറ്റാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഒരുപാട് ലേഡീസും ഒക്കെ കയറുന്നുണ്ട്. വലിയ പേടിക്കാനുള്ളൊരു സംഭവമൊന്നുമില്ല. എനിക്കിത് വലിയൊരു സംഭവമായിട്ട് തോന്നിയുമില്ല. അതായത് എനിക്ക് ഭയങ്കര സ്പീഡ് കുറവായിട്ടാണ് തോന്നിയത്. ഇതിലും കുറച്ചും കൂടെ സ്പീഡ് വേണമായിരുന്നു. ഇത് ഒന്നും ഫീൽ ചെയ്തില്ല. അങ്ങനെ ഫൈനലി ഞങ്ങളും കയറാൻ പോവുകയാണ് സിപ്പ് ലൈനിൽ. ലൈഫിൽ ആദ്യമായിട്ടാണ് സിപ്പ് ലൈനിൽ കയറുന്നത്. എൻ്റെ പൊന്നെ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ഇതിൻ്റെ അകത്ത് 1-2 കാര്യങ്ങളുണ്ട്. ഇച്ചിരിയും കൂടെ കുറച്ചും കൂടെ സ്പീഡും പിന്നെ നമ്മൾ ആ തൂക്കിയിട്ടിരിക്കുന്ന ആ വള്ളിയില്ലേ അതിന് കുറച്ച് സ്പ്രിങ് പോലത്തെ സംഭവമൊക്കെ വേണമായിരുന്നു. എന്നാൽ മാത്രമേ ഇച്ചിരിയും കൂടെ കുറച്ചും കൂടെ ഒരു അഡ്വഞ്ചർ തോന്നത്തുള്ളൂ. ഇതിപ്പം ഒന്നും പേടിക്കാനൊന്നുമില്ല. കുറച്ചും കൂടെ പേടിയും കൂടെ വരണം, എന്നാലേ ഒരു അഡ്വഞ്ചർ നമുക്ക് തോന്നത്തുള്ളൂ. ഇതിനകത്ത് പേടിക്കാനൊന്നുമില്ല, കുറച്ചും കൂടെ വേണമായിരുന്നു.